ഡോക്ടർ, പ്രഭാകരനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. അതിനുവേണ്ടി എന്തും ചെലവാക്കാൻ ഞാൻ തയ്യാറാണ്. മിസ്റ്റർ തമ്പി, പ്രഭാകരന് സുഖമാകും. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ പ്രഭാകരന് യാതൊരു കുഴപ്പമില്ല. നൗ ഹി ഈസ് ഓൾ റൈറ്റ്. നാളെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അതെല്ലാം ഞങ്ങളുടെ കടമയല്ലേ. പ്രഭാകരനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് ഡോക്ടർ? പ്രഭാകരന്റെ ജീവിതത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരി. നമസ്കാരം ഡോക്ടർ. അപ്പൊ ഇന്ന് തന്നെ പോവുകയാണല്ലേ? ഇന്ന് 5 മണിക്കുള്ള ട്രെയിനിൽ തന്നെ പോവുകയാണ്. ആരുമില്ലേ? രാജി, രാജി, രാജി. രാജി, എന്താ രാജി? എന്തിനാ കരയുന്നത്? ഞാൻ തിരിച്ചു വന്നതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനിപ്പോ വരാൻ പോയി? രാജി, ഈ കുഞ്ഞാരുടേതാ? എന്റേതാണ്. ഓഹോ, അപ്പോൾ ഞാനിവിടെ വണ്ടി ഇറങ്ങിയത് തെറ്റായിപ്പോയി. നീ വിവാഹം കഴിച്ചു അല്ലേ? ഒരുപാട് സ്ത്രീകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നീയും അങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എനിക്ക് വേണ്ടി നീ കാത്തിരിക്കാമെന്ന് പറഞ്ഞില്ലേ? കാത്തിരുന്നു. ഇന്ന് മുതൽ നാളെ വരെ എന്ന് വിചാരിച്ച് എല്ലാ വണ്ടികളും ഞാൻ കാത്തു. ബാബുവിനൊരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? എന്റെ എഴുത്തുകൾ നിനക്ക് കിട്ടിയില്ലേ? ഓണത്തിന് വരുമെന്നൊരു കത്ത് കിട്ടി. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ കാത്തിരുന്നു. എന്തുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് ഒരു കത്തെങ്കിലും എഴുതിയിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതമൊന്നുമില്ലായിരുന്നു. ഞാൻ എഴുതി. എന്തെഴുതി? എന്തുകൊണ്ട് വന്നില്ല? ഞാൻ വരാൻ ഒരുങ്ങിയതാണ്. നിന്നെ വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 വർഷം ഞാൻ ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ വെച്ച് നിന്റെ അച്ഛന് ഞാനൊരു കത്തെഴുതി. ആ കത്ത് നിനക്ക് കിട്ടിയില്ലേ? ഒരു ജയിൽ പുള്ളിക്ക് മകളെ കൊടുക്കണ്ടെന്ന് നിന്റെ അച്ഛൻ കരുതിയിട്ടുണ്ടാവും. അച്ഛനെവിടെ? മരിച്ചുപോയി. രാജി, എനിക്ക് ജീവിക്കണം. നീ ഇല്ലാതെ അത് സാധ്യമല്ല. ഞാനിന്നൊരാളുടെ ഭാര്യയാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. എന്റെ ഭർത്താവിന് ഭ്രാന്താണ്. പക്ഷേ അദ്ദേഹം എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. ബാബുവേട്ടനും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എനിക്ക് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. എന്നെങ്കിലും ഒരിക്കൽ ബാബുവേട്ടൻ ഈ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഞാൻ നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഭ്രാന്തായത്. എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ചൊന്നും അറിയണ്ട. അയാളെ കുറിച്ച് കേൾക്കാൻ വേണ്ട. ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതം നീ മറക്കുക. നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്.
നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നീ എന്തു പറയുന്നു? രാജി, ഇതായിരിക്കും നിന്റെ ബാബു അല്ലേ? രാജി, എനിക്ക് സുഖമായി. ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ വന്നപ്പോ എനിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. ഭ്രാന്ത് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. രാജി, നിന്റെ സുഖത്തിനും സന്തോഷത്തിനും ഞാൻ ഒരിക്കലും എതിരല്ല. ഈ മനുഷ്യന്റെ കൂടെയാണ് നീ ജീവിക്കേണ്ടത്. ഞാൻ മരിച്ചുപോയെന്ന് നീ കരുതും, അതാണ് നല്ലത്. ബാബു, നിങ്ങളെ വിളിച്ചുകൊണ്ടുപോകൂ. പക്ഷേ ഈ ഗ്രാമത്തിൽ നിങ്ങൾ താമസിക്കരുത്. ഇവിടെ ഞാനുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അടുത്ത വണ്ടിക്ക് തന്നെ നിങ്ങൾ ഈ ഗ്രാമം വിട്ടു വയ്ക്കുള്ളൂ. നീ ഭയപ്പെടേണ്ട. കുഞ്ഞിനെ നീ കൊണ്ടുവയ്ക്കുള്ളൂ. കുഞ്ഞിനെ കാണാത്തുള്ള വേദന നിനക്കുണ്ടാകരുത്. ബാബു, ഈ കുഞ്ഞ് വളരും. ഇവന്റെ അച്ഛനെ അന്വേഷിക്കും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ നിങ്ങൾ പഠിക്കരുത്. ഞാൻ പോട്ടെ മോനെ. രാജി, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. ഇപ്പോഴെന്ത് പറയുന്നു രാജി? അറിയോ, വണ്ടിക്ക് സമയമായി. രാജി വന്നില്ലേ? അവൾ വരില്ല. ബാബു വന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ അവർ പോകും.